ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്പൈസസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം തക്കാളി ചേർത്ത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം ഗരം മസാല, കുരുമുളക് പൊടി ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പൂണ് വെച്ച് ഇളക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി അത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് സബോള വറുത്തെടുക്കണം. ഇനി മീൻ വെന്ത് കഴിയുമ്പോൾ ഈ വറുത്തെടുത്ത സബോള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെള്ളം വറ്റണ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസും ഫിഷും ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മസാലയുടെ മുകളിൽ ആദ്യം കുറച്ച് ചോറിടും, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ മല്ലിയില, കാഷ്യൂനട്ട്, മുന്തിരി, സബോള വറുത്തത് ഇതൊക്കെ ഓരോ ലെയറായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. മുകളിൽ വെയിറ്റുള്ളൊരു പാത്രം കൂടി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സലാഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച ബിരിയാണി പാത്രം തുറന്ന് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി.